പി എ പ്രജി ഇനിയിപ്പോൾ കുഞ്ഞികൃഷ്ണനെ പോലെ വിനോദും പാർട്ടി ശത്രുക്കളുടെ കയ്യിലെ കോടാലിക്കൈയാവും. സോഷ്യൽ മീഡിയയിൽ ഇല്ലാത്ത അപരാധങ്ങൾ പറഞ്ഞുണ്ടാക്കും, പച്ചക്കള്ളങ്ങൾ പറയും, ആടിനെ പട്ടിയാക്കി പട്ടിയെ പെപ്പട്ടിയൊക്കെ അടിച്ചു കൊല്ലും. അതാണ് പ്രൊസീജിയർ. അതാണ് പ്രൊസീജിയർ. അങ്ങനാണോ? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് CPM-ന്റെ നേതാക്കന്മാർ, ഇപ്പോൾ ഈ തിരുവനന്തപുരത്തെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് തന്നെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി മാധ്യമങ്ങളെ കാണുകയും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം പറയുകയും ചെയ്തു. ഞാൻ പക്ഷേ ഈ ചർച്ചയിൽ ഹാഷ്മി പറഞ്ഞ ഇതാണ് പ്രൊസീജിയർ എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ ഈ ചർച്ചയിൽ രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീ CR നീലകണ്ഠൻ പറഞ്ഞിട്ടുള്ള ചില വാദഗതികളുണ്ട്. അത് യഥാർത്ഥത്തിൽ ഒരുപക്ഷെ CPM ഗൗരവമായി ചർച്ച ചെയ്യേണ്ടതാണോ എന്നുള്ളതും പരിശോധിക്കണം. കാരണം അദ്ദേഹം പറഞ്ഞത് ഈ പാർട്ടിയുടെ ഘടനാപരമായി, അതായത് ഇതിൻ്റെ ഭരണഘടനയും പരിപാടിയും മാറ്റണം എന്നുള്ള നിലയിലുള്ള ചർച്ചയാണ് അദ്ദേഹം ഉയർത്തിയത്. കാരണം കാലഘട്ടത്തിന് അനുചിതമായി, കാലഘട്ടത്തിന് യോജ്യമായ നിലയിൽ ഒരു കോൺഗ്രസ് പാർട്ടിയെ പോലെ എല്ലാം ഒന്ന് സുതാര്യമാക്കുന്ന, അല്ലെങ്കിൽ എല്ലാം പൊതുജനങ്ങളുടെ മുമ്പിലേക്ക് പറയുന്ന, ഒന്നും അടച്ചുറപ്പില്ലാത്ത നിലയിലേക്കാക്കി മാറ്റുന്ന, കേഡർ സ്വഭാവം കളയുന്ന ഒരു പാർട്ടിയാക്കി ഇതിനെ മാറ്റണമോ വേണ്ടയോ എന്നുള്ള നിർദ്ദേശമാണ് അദ്ദേഹം വെച്ചത്. അത് CPM ചർച്ച ചെയ്തോട്ടെ. പക്ഷേ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഹാഷ്മി ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ CPM പൊതുജനങ്ങളുടെ മുമ്പിലേക്ക് ഉത്സവ കമ്മിറ്റിയുടെ കണക്ക് പ്രസിദ്ധപ്പെടുത്തുന്നത് പോലെ പാർട്ടി നടത്തുന്ന ഓരോ കളക്ഷൻ്റെയും കണക്കുകൾ പൊതുസമൂഹത്തിലേക്ക് വരവ് ചെലവ് കണക്ക് എന്ന് പറഞ്ഞ് ഉത്സവ കമ്മിറ്റി അടിച്ച് പ്രസിദ്ധപ്പെടുത്തുന്നത് പോലെ പ്രസിദ്ധപ്പെടുത്തണം, അതാണ് വേണ്ടത്, അതാണ് ഇതിൻ്റെ എല്ലാം പരിഹാരം എന്ന് പറയുന്നതിനോട് നിലവിലുള്ള, അതായത് ശ്രീ CR നീലകണ്ഠൻ ഇപ്പോൾ മാറ്റണം എന്ന് പറഞ്ഞ നിലവിലുള്ള റൂൾസ് അനുസരിച്ച്, അല്ലെങ്കിൽ പാർട്ടിയുടെ ഭരണഘടനയും പരിപാടിയും അനുസരിച്ച് യഥാർത്ഥത്തിൽ അതിനകത്ത് നിർവാഹമില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം പാർട്ടിയുടെ ഭരണഘടനയും പരിപാടിയുടെയും ആർട്ടിക്കിൾ 16 റൂൾസ് ഓൺ പാർട്ടി ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സിനെ കുറിച്ച് പറയുന്നത്. ആ റൂൾസ് ഓൺ പാർട്ടി ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിൽ വളരെ കൃത്യമായി ഏത് തരത്തിലാണ് പാർട്ടി ഒരു പിരിവ് നടത്തേണ്ടത്, പിരിവ് നടത്തുമ്പോൾ അതിൻ്റെ സ്ക്രൂട്ടണികൾ നടത്തേണ്ട വിധം ഏതൊക്കെ തരത്തിലാണ്, അതിൽ എത്ര രൂപയ്ക്ക് മേളിലുള്ള കാര്യങ്ങൾ PBയെ അറിയിക്കണം, അതിൽ ഏതൊക്കെ കാര്യങ്ങൾ, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈ ആർട്ടിക്കിൾ 16 പറയുന്ന യിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് അത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് എല്ലാ വർഷവും ജൂലൈ 31 സ്റ്റേറ്റ് കമ്മിറ്റി വരെയുള്ള ഈ തരത്തിലുള്ള കണക്കുകൾ ഓഡിറ്റ് ചെയ്ത് PBക്ക് കൊടുക്കണം. ഇപ്പോൾ നിങ്ങളതൊരു തമാശയായി പറയുമായിരിക്കും, അങ്ങനെ വല്ലതും ഇവിടെ നടക്കുന്നുണ്ടോ? അങ്ങനെ നടക്കുന്നുണ്ട്. ഇവിടെ എല്ലാ ഫണ്ടും എടുത്ത് പുറത്തുവിടുന്നു പറയുന്നില്ല. പാർട്ടി ഭരണഘടനയും പരിപാടിയും ഇവിടെ രക്തസാക്ഷിയുടെ പേരിൽ പിരിച്ച 40 ലക്ഷത്തോളം രൂപ കാണാനില്ല എന്ന് പറയുന്ന ആരാണ്? കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമാണ്. ഇവിടെ 5 ലക്ഷം രൂപ ഒരു ലോക്കൽ സെക്രട്ടറി പിരിച്ച് പുട്ടടിച്ചെന്ന് പറയുന്ന ആരാണ്? രക്തസാക്ഷിയുടെ സഹോദരനാണ്. അങ്ങനെ ആരോപണം ഉണ്ടാകുമ്പോൾ ആ കണക്കുകൾ, പൊതുജനത്തിൽ നിന്ന് പിരിക്കുന്ന കണക്കുകൾ പൊതുജനത്തിന് മുന്നിൽ 3 ഫിഗർ വെച്ചാൽ പരിഹരിക്കാവുന്ന പ്രശ്നം അത് വെക്കാത്തത് ഭയമുള്ളത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ്? ക്രമക്കേടിന്റെ ഭയം. പ്രജി അല്ല, ഹാഷ്മി പറയാൻ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ അതിന് മറുപടി പറയാം. തുടരെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നാൽ അതിൻ്റെ മറുപടിയും പറയാൻ പറ്റില്ല. കാരണം അവിടെയും ഈ പാർട്ടിയുടെ CPM-ന്റെ ഭരണഘടനയും പരിപാടിയും അനുസരിച്ചാണല്ലോ ഈ പാർട്ടി പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഈ പറയുന്ന മട്ടിൽ ഇപ്പോൾ ആദ്യം സഖാവ് കുഞ്ഞികൃഷ്ണൻ്റെ അദ്ദേഹത്തിനെ ഞാൻ വില കുറച്ച് കാണുന്നില്ല. എത്രയോ വർഷമായി ഈ പാർട്ടി ജീവവായുവായി സ്വീകരിക്കുകയും ഈ പാർട്ടി പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്ത ഈ പാർട്ടിയുടെ ഭരണഘടനയും പരിപാടിയും ഒരുപക്ഷെ എന്നേക്കാൾ നന്നായി വായിച്ചിട്ടുള്ള സഖാവ് കുഞ്ഞികൃഷ്ണൻ. ഇപ്പോൾ ഞങ്ങളൊക്കെ ഈ ഇടത് സഹയാത്രികർ എന്നുള്ള പേര് കൊടുക്കുന്നതിനെ സംബന്ധിച്ച് തന്നെ ഇപ്പോൾ പൊതുസമൂഹത്തിൽ വിശിഷ്യ CPIയുടെ DYFIയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റ് വസീഫിനൊക്കെ വലിയ തർക്കങ്ങൾ ഫേസ്ബുക്കിലൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് ഞാൻ ഇടത് സഹയാത്രികൻ എന്ന് പറഞ്ഞ് പാർട്ടി അംഗത്വമുള്ള ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഇപ്പോൾ വസീഫ് ചോദിച്ചു ആരാണ് ഇടത് സഹയാത്രികൻ എന്ന് ചോദിച്ചു. ഈ അടുത്ത കാലത്ത് ഒരു വിഷയമുണ്ടായപ്പോൾ ഇടത് സഹയാത്രികന്മാർ അകത്താണോ പുറത്താണോ എന്ന് ചോദിച്ചു. ആ ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ സഖാവ് കുഞ്ഞികൃഷ്ണൻ്റെ നിലപാടുകളും ചോദ്യമായി വരും. കാരണം സഖാവ് കുഞ്ഞികൃഷ്ണനെ പോലെ ഇത്രയേറെ പരിണിതപ്രജ്ഞനായ ഒരു സഖാവ്, ഇത്രയേറെ പാർട്ടി പരിപാടികളും രീതികളും അറിയാവുന്ന ഒരു സഖാവ്
ഇങ്ങനെയായിരുന്നു പാർട്ടി പരിപാടിക്ക് അകത്തു നിന്നു ചെയ്യേണ്ടതെന്ന് അദ്ദേഹത്തിന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പോൾ സഖാവ് എം വി രാഘവൻ ബദൽ രേഖ കൊണ്ടുവരുമ്പോൾ അദ്ദേഹം ഈ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു. പക്ഷേ ഈ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഈ പാർട്ടിയിലേക്ക് തിരിച്ചു വരികയും അദ്ദേഹത്തിൻ്റെ മകനിപ്പോൾ ജില്ലാ കമ്മിറ്റി അംഗമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന പാർട്ടിയാണല്ലോ ഈ പാർട്ടി. അതോടൊപ്പം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, KR ഗൗരിയമ്മയ്ക്ക് നടപടി വന്നിട്ടില്ലേ? എം വി രാഘവൻ, KR ഗൗരിയമ്മ, ബദൽ രേഖ, നാലാം ലോക സിദ്ധാന്തം പോലെയുള്ള ഗുരുതരമായ പ്രത്യയശാസ്ത്ര പ്രശ്നം ഒന്നുമില്ല പ്രജി. ഇവിടെ ഫണ്ട് വിരിച്ച് അടിച്ചു മാറ്റി മുക്കി എന്ന ആരോപണമാണ് പാർട്ടിയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾ ഉന്നയിക്കുന്നത്. അതിനകത്ത് പാർട്ടിയുടെ ഭരണഘടനയും പാർട്ടിയുടെ ആർട്ടിക്കിളും എം വി രാഘവനും ഗൗരിയമ്മയും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ കളിയാക്കില്ലേ? ആരും കളിയാക്കത്തില്ല. കേൾക്കാനുള്ള മനസ്സുണ്ടായാൽ മതി. ഹാഷ്മിക്ക് അത് കേൾക്കാനുള്ള മനസ്സില്ല. കാരണം ഹാഷ്മിക്ക് ഒരു അജണ്ടയുണ്ട് ഈ ചർച്ചയിൽ. കഴിഞ്ഞ 3-4 ദിവസമായി ഹാഷ്മി നടത്തിക്കൊണ്ടിരിക്കുന്ന അജണ്ട, ആ അജണ്ടയ്ക്ക് ഉത്തരം പറയാനല്ലല്ലോ ഞാനിവിടെ വന്നിരിക്കുന്നത്. പാർട്ടിയുടെ പരിപാടിയും അതനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ ഇങ്ങനെ വേണം എന്ന് പറയുന്നത് ഒരു ഡിബേറ്റിനകത്ത് തുടരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ എന്റെ പോയിന്റ് പൂർത്തീകരിക്കട്ടെ. ഞാൻ സഖാവ് കുഞ്ഞികൃഷ്ണന്റെ നിലപാടിനെ കുറിച്ച് എന്തായാലും അത് പറയാനാണല്ലോ ഹാഷ്മി എന്നെ വിളിച്ചത്. അത് ഞാൻ പറഞ്ഞ് പൂർത്തീകരിക്കട്ടെ. സഖാവ് കുഞ്ഞികൃഷ്ണന് ഈ പറയുന്ന ഫണ്ടുമായി ബന്ധപ്പെട്ട് അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ബോധ്യമാണ്. CPM എന്ന് പറയുന്ന പാർട്ടിയുടെ SFIയുടെ ഒക്കെ നേതാവായി പ്രവർത്തിച്ചിട്ടുള്ള ഒരുപക്ഷെ സഖാവ് നീലകണ്ഠൻ എന്ന് വിളിക്കേണ്ട ശ്രീ നീലകണ്ഠനും ഒക്കെ അറിയാം ഈ പാർട്ടി ഭരണഘടനയുടെ വകുപ്പ് 19, അതോടൊപ്പം തന്നെ വകുപ്പ് 13 ജനാധിപത്യ കേന്ദ്രീകരണത്തിൻ്റെ തത്വങ്ങൾ, അതോടൊപ്പം തന്നെ വകുപ്പ് 19 പാർട്ടി അച്ചടക്കം. എന്താണ് അദ്ദേഹത്തിൻ്റെ വിയോജിപ്പ് അദ്ദേഹത്തിന് രേഖപ്പെടുത്താം. ഈ CPMന്റെ ഭരണഘടനയും പരിപാടിയും അനുസരിച്ച് അദ്ദേഹം പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹം ഇതിൻ്റെ അടിസ്ഥാന ഘടകമായിട്ടുള്ള പാർട്ടി ബ്രാഞ്ചിൽ എന്നെ പോലെ പ്രവർത്തിക്കുന്ന ആളല്ല. അദ്ദേഹം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്നയാൾക്ക് ഈ ഭരണഘടനയും പരിപാടിയും അറിഞ്ഞുകൂടാ എന്ന് ഞാൻ പറയില്ല. അദ്ദേഹം എന്താണ് ചെയ്യേണ്ടത്? അദ്ദേഹത്തിന് വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ ആ അഭിപ്രായ വ്യത്യാസം പാർട്ടിയിൽ പ്രകടിപ്പിക്കാം, അത് അദ്ദേഹത്തിന് റെക്കോർഡ് ചെയ്യാം. പക്ഷേ പാർട്ടിയുടെ അഭിപ്രായം, അതായത് ആ കമ്മിറ്റിയുടെ അഭിപ്രായം അതിന് എതിരാണെങ്കിൽ ആ വിയോജിപ്പ് രേഖപ്പെടുത്തിയ ശേഷം പാർട്ടിയുടെ തീരുമാനത്തിനനുസരിച്ച് പാർട്ടിയുടെ നയത്തിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതല്ലേ പാർട്ടിയുടെ ഭരണഘടനയും പരിപാടിയും. അദ്ദേഹത്തെ പോലെ പരിണിതപ്രജ്ഞനായിട്ട് ഒരു പാർട്ടിയുടെ അദ്ദേഹത്തിന്റെ താങ്കൾ പറഞ്ഞു ആ പരിപാടിക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചതുകൊണ്ടാണ് ഇപ്പൊ കുഞ്ഞികൃഷ്ണൻ പുറത്തു നിൽക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.